മുളക് കറിയുടെ ചട്ടിയിൽ നല്ല ചോറിട്ട് വരട്ടി ചെമ്മീൻ കറിയും അതുപോലെ തോരനും ഒക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒന്ന് അനീനാൻ്റെ വീട് വരെ പോയാലോ എന്ന്. പണ്ട് അനീന എല്ലാ ആഴ്ചയും വരുമായിരുന്നു, അതുകൊണ്ട് തന്നെ അനീന അങ്ങനെ മിസ് ചെയ്യാറില്ല. അനീന എന്ന് പറയുന്നത് എൻ്റെ നാത്തൂരാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് തോന്നി കുറേ ദിവസമായല്ലോ കണ്ടിട്ട്, ഇനിയിപ്പോൾ വർക്കിൻ്റെ ഭാഗമായിട്ട് ആൾ പൂനെയിലേക്കൊക്കെ പോകാനൊക്കെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴത്തേക്കിന് പിന്നെയും കുറേ നാളാവുമല്ലോ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ബസ്സിൽ എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഹാദക്കുട്ടനും കൂടെ ഇടം വല നോക്കാണ്ട് നേരെ പോയിട്ടോ അനീനൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വൻ സ്വീകരണമാണ്. അപ്പോൾ ഹാദക്കുട്ടൻ ഇതാ ആയിഷ ഉണ്ടാക്കിയിട്ടുള്ള പാസ്തയൊക്കെ കൊടുത്തു, എനിക്ക് മാങ്ങാ ജ്യൂസും അതുപോലെ സ്നാക്സും ഒക്കെ എടുത്ത് വെച്ചിട്ടോ. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ടാണ്, നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആയിഷ ഇതുപോലെ ക്രോഷ്യ തയ്ക്കുന്നുണ്ട് കേട്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടി. കുറേയൊക്കെ എന്താണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബാഗും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കണ്ടു, അവൾ എന്നെയും പഠിപ്പിച്ചൊക്കെ തന്നു കേട്ടോ ഇങ്ങനെ തയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാകുമെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഹാദക്കുട്ടനും പഠിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു കേട്ടോ. ഞാൻ കുറച്ച് തയ്ക്കാൻ ഒരു വരിയൊക്കെ തയ്ക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാദക്കുട്ടൻ അത്രയും അങ്ങോട്ട് പിടിക്കാൻ സെറ്റായിട്ടില്ല. ആയിഷ കുറേ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് മരുമസ്കാരവും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു അനീനാൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ പോയിട്ട് സൈക്കിൾ ചവിട്ടിയാണ് ഞാൻ തിരിച്ചു വന്നത് കേട്ടോ. പിന്നെ തിരിച്ചു വന്നപ്പോൾ അനീന ഇവിടെ ഫുഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അൽഫാമായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇക്കായും വന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അനിയത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്, ഇളയാളുടെ. അപ്പോൾ അവൻ വിളിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.